എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അനുഭവങ്ങളിൽ നിന്ന് പറയുമ്പോൾ കുറേ കൂടി നമുക്ക് എളുപ്പമാണ്, കുറേ കൂടി സൗകര്യമാണ് സംസാരിക്കാൻ. അല്ലെങ്കിലും ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പോലെ മറ്റേതിൽ നിന്നാണ് പറയാനാവുക അല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ മാത്രമല്ല, മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങളും ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ തന്ന പാഠങ്ങളും അറിവുകളും തിരിച്ചറിവുകളുമൊക്കെയാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നെ സഹായിക്കുന്നത്. ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല, ആഗ്രഹവുമില്ല. അതിലപ്പുറം ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരാളെയെങ്കിലും എനിക്ക് സ്വാധീനിക്കാൻ പറ്റിയാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ജോലി എന്താണെന്നും ആ ജോലി എങ്ങനെയാണ് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുക, അതിലൂടെ ജീവിതം ആസ്വദിക്കുക എന്നതൊക്കെ അല്ലേ. പക്ഷെ പലപ്പോഴും കഴിയാറില്ല. എന്തുകൊണ്ടാണ് ഒരാൾക്ക് അയാൾ ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ പറ്റാതെ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ജോലി എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കിഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റണം. 2, ആ ജോലിയിലൂടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ പറ്റണം. 3, ആ പുരോഗതി, ആ വിജയം നിലനിർത്തുവാനും അത് പരിപോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അവനവൻ്റെ ജോലിയെ ഒരാൾക്ക് ആസ്വദിക്കാനാവുന്നത്. ഒരിക്കൽ കൂടി പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നമ്മൾ കണ്ടെത്തുക, ആ ജോലിയിലൂടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുക, ആ പുരോഗതി നിലനിർത്തുക, ഒപ്പം അതിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുക, പരിപോഷിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം, മനസ്സിലുണ്ടാവണം ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയല്ലേ, ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുക്കാനാവുക എന്നാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ മേഖലയിലേക്ക്, ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് നമുക്ക് ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടങ്ങളിലും നമുക്ക് മാറാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു. ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ ജോലി എന്താണെന്നുള്ളതല്ലേ. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ടാണ്, ഒരു മ്യൂറൽ ആർട്ടിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. മ്യൂറൽ പെയിൻറ്റിങ് മാത്രമല്ല, നാച്ചുറൽ പെയിൻറ്റിങ്സും അബ്സ്ട്രാക്റ്റും നൈഫ് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലിയിലേക്ക്, ഈ മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിൻ്റെ കാരണം എൻ്റെ പാർട്ട്ണർ തന്നെയാണ്. അവളും മ്യൂറൽ ആർട്ടിസ്റ്റാണ്, എല്ലാ പെയിൻറ്റിങ്സും അവൾ ചെയ്യുന്നുണ്ട്. ഇവിടെ മ്യൂറൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ പെയിൻറ്റിങ്സും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് എന്നിൽ ആ കഴിവുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചെറുപ്പകാലം മുതലേ എഴുത്തും വരയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രൊഫഷനാക്കി കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റിയില്ല. മറ്റൊരു മേഖലയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വിവാഹത്തിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റായിട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അതിൻ്റെ കാരണക്കാരി എൻ്റെ പാർട്ട്ണറാണ്. അതിനു മുമ്പ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഓഫീസറായിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഓഫീസറായിട്ട് കേരളത്തിൻ്റെ പുറത്ത് മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്ന അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ ആ ജോലി ഞാൻ ചെയ്യുമ്പോൾ അതെനിക്ക് അത്ര വലിയ സന്തോഷങ്ങളൊന്നും സമ്മാനിക്കാത്തൊരു ജോലിയാണെന്ന് പറയാം. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും നമ്മളെ അത് സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അത് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവനവൻ്റെ ജോലി ആസ്വദിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ ജീവിതം വളരെ ബോറാണ്. അവിടെ പക്ഷെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വലിയ അസ്വസ്ഥതകളാണ് എനിക്ക് സമ്മാനിച്ചത്. കാരണം ഇൻഡസ്ട്രിയൽ മേഖലയിൽ നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കണം, 6 മണിക്കൊക്കെ നമ്മൾ ജോലിക്ക് ഇറങ്ങും. അതിനുശേഷം തിരിച്ചു വരുന്നത് 8 മണിക്കും 9 മണിക്കൊക്കെയാണ്. അതുവരെ നമ്മളൊരു യന്ത്രം പോലെയാണ്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം, ഫ്രഷ് ആകണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ കലാപരിപാടി. ഇതിങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന പോലെയാണ്. മറ്റൊന്നും നമുക്ക് ചിന്തിക്കുവാനോ അറിയാനോ ഒന്നിനും നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥ.
ഒരു യന്ത്രം പോലെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കുന്നൊരവസ്ഥ. പലപ്പോഴും ഇൻഡസ്ട്രിയൽ മേഖലയിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെയും സാഹചര്യം ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാമ്പത്തികമായിട്ടൊക്കെ അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. ഈ മേഖലയിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പ്രവർത്തിച്ച മേഖലയായതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു മടുപ്പ് തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ അത് കൂടുതൽ അസ്വസ്ഥതയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം പാർട്ട്ണറോടൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. രാവിലെ പോകുന്നു, രാത്രി കയറി വരുന്നു, അതിനിടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. വൈഫ് ആ സമയത്ത് അങ്ങനെ ജോലിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ മ്യൂറൽ ആർട്ടിസ്റ്റാണ്, പക്ഷെ അങ്ങനെ വലിയ പ്രൊഫഷനായിട്ട് അങ്ങനെ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വരുമാന മാർഗമായിട്ടൊന്നും അത് മാറിയിട്ടില്ല, വലിയൊരു വരുമാന മാർഗമായിട്ടൊന്നും. അപ്പോൾ ഏതായാലും ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവളും ജോലിക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയി. പക്ഷെ ചെറിയൊരു ശമ്പളത്തിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ പോയി ഇരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് പകരം നിൻ്റെ ഉള്ളിലുള്ളൊരു കഴിവുണ്ട്, നിനക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവാസൊക്കെ വാങ്ങിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് വരയ്ക്ക്, നമുക്ക് അതൊരു പ്രൊഫഷനാക്കാൻ നമുക്കൊന്ന് ശ്രമം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടി. പക്ഷെ ഒന്നും സക്സസ് ആയില്ല. 2 വർഷത്തോളം ഇത് സക്സസ് ആക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും ഒരു പെയിൻറ്റിങ്സ് പോലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്, കൊടുക്കാൻ പറ്റിയില്ല. വല്ലാതൊരു മടുപ്പായി. ഒടുവിൽ വീണ്ടും മറ്റൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് ഇൻ്റർവ്യൂവിന് വീണ്ടും പോയി. പക്ഷെ ചെറിയൊരു ശമ്പളമായതുകൊണ്ട് വിടാൻ എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്ത് ഏകദേശം 2.5 വർഷം ഇതിൻ്റെ പിന്നാലെ കൂടിയതിന് ശേഷമാണ് നമുക്ക് മെല്ലെ വർക്ക് കിട്ടാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അങ്ങനെ 2-2.5 വർഷക്കാലം ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് മെല്ലെ ചെറിയ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. ആ വർക്കുകളാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ആ വർക്കുകളാണ് പിന്നീട് നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും, ഓസ്ട്രേലിയ, കാനഡ, പിന്നെ USA, UK, ന്യൂസിലൻഡ്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വർക്കുകൾ നമ്മളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങിയത് ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. മെല്ലെ വർക്ക് വന്നിരുന്ന സമയത്ത് തന്നെ ഞാനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ സൺഡേ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും ഒപ്പം കൂടാറുണ്ട്. അപ്പം അങ്ങനെ കുറേ നാളുകൾ ഇതിൻ്റെ കൂടെ കൂടിയതിൻ്റെ ഫലമായിട്ട് തന്നെ ബ്രഷൊക്കെ എനിക്ക് പെട്ടെന്ന് വഴങ്ങി. കാരണം ഉള്ളിൽ ആ ഒരു കഴിവുള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ബ്രഷൊക്കെ വഴങ്ങി, ഷെയ്ഡിങ് ഒക്കെ വളരെ പ്രോപ്പറായി. അങ്ങനെ ഒരു ട്രാക്കിലേക്ക് എത്തി. വർക്കിൻ്റെ ലോഡ് കൂടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് ഞാനും കൂടി ഒപ്പം കൂടിയെന്നുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് ഏകദേശം 4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് വർക്കില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. എപ്പോഴും അഡ്വാൻസ് ആയിട്ട് 3-4 മാസം അഡ്വാൻസ് വർക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പോഴും മാർച്ച് ഏപ്രിൽ വരെയുള്ള വർക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, എൻ്റെ ഇഷ്ടങ്ങളിലൂടെ എനിക്കിന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ ഇന്ന് ജോലി ചെയ്യാതിരിക്കാം, വെറുതെ ഇരിക്കാം, ഒരു യാത്ര പോകാം, 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെക്കാം. പക്ഷേ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ ചെയ്ത് പൂർത്തിയാക്കേണ്ടി വരും. ഓരോ സമയങ്ങളിലായിട്ട് ചെയ്തു തീർക്കേണ്ടതാണല്ലോ ഓരോ വർക്കുകളും. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സമയം കണ്ടെത്തി ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നു. അതൊരു വരുമാന മാർഗമാക്കിയിട്ട് ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഇന്ന് വരെ നിലനിർത്തുവാനും വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ ജോബ് എനിക്കിന്ന് ആസ്വദിക്കാൻ കഴിയുന്നതും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സമാധാനത്തോടെയും ഒക്കെ ഈ ജോലിയും ജീവിതവും ഒക്കെ ഏറെക്കുറെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമൊക്കെ. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആളാണ് ഞാൻ എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയവും, നിങ്ങളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. ഇഷ്ടപ്പെട്ട ജോലി കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ പുരോഗതി ഉണ്ടാക്കുക, വിജയിപ്പിച്ചെടുക്കുക, അതിൻ്റെ പിന്നാലെ കൂടുക. അപ്പോഴേ അത് വിജയിക്കുകയുള്ളൂ. അത് പുരോഗതിയും വിജയവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോഴും നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടണം. ഇഷ്ടമുള്ള മേഖലയായതുകൊണ്ട് പിന്നാലെ കൂടാൻ നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇഷ്ടങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏത് സമയത്താണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താനും അത് ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ.
നാട്ടിലുള്ള ഡെയിലി വേജസിന് പോലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത് സാമ്പത്തികമായിട്ട് വലിയ ഒരു ചുറ്റുപാടിലൊന്നും ജീവിച്ചു തുടങ്ങിയ ഒരാളല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധിയുള്ള ഒരു ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നിടത്ത് നിന്ന് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പലപ്പോഴും സാധിക്കില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടങ്ങളിലും അതിന് മാറ്റം കൊണ്ടുവരാനാവും. പക്ഷെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി കണ്ടെത്തണമെന്നുള്ളതും ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ചെയ്യണമെന്നുള്ളതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഒരാഗ്രഹമാണ്. അതായത് നമുക്കിഷ്ടമുള്ള സമയത്ത് ചെയ്യുക, ആരും നിയന്ത്രിക്കാനില്ലാതെ എല്ലാത്തിനെയും കൺട്രോൾ നമ്മൾ ഏറ്റെടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക, ജോലി ചെയ്യണം തോന്നുമ്പോൾ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി പോകണം തോന്നിക്കഴിഞ്ഞാൽ പോവുക. അങ്ങനെ ഒരുപാട് ഫ്രീഡം കിട്ടുന്ന ഒരു ജോബ് കണ്ടെത്തണം. അത് വരുമാന മാർഗമായിട്ട് നിലനിൽക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തയായിരുന്നു. അതിലേക്ക് ഒരു സാഹചര്യം മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മാറ്റത്തിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ള അത് തന്നെയാണ്. മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ അത് കണ്ടെത്തി അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാവേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടെത്താനും അതിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കാനും അത് നിലനിർത്തുവാനും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ഒരവസ്ഥയിലൂടെ ജീവിതം ആസ്വദിക്കുവാനും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും കൊണ്ടുവരാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നല്ലൊരു അറിവ് സമ്മാനിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും വരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.